ഹായ് എവരിവൺ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഹീറ്റിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. സോ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താണ്? ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ്സിനെയാണ്, അത് എന്തുമാത്രം ചൂടാണ് അല്ലെങ്കിൽ തണുപ്പാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ദ ടെമ്പറേച്ചർ ഈസ് എ തെർമൽ സ്റ്റേറ്റ് ഓഫ് എ ബോഡി വിച്ച് ഡിസ്റ്റിങ്വിഷ് എ ഹോട്ട് ബോഡി ഫ്രം എ കോൾഡ് ബോഡി. ഒരു ഹോട്ട് ബോഡിയെ കോൾഡ് ബോഡിയിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന അതിൻ്റെ തെർമൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്റ്റോർഡ് മോളിക്കുലാർ എനർജി. എന്തിന് പ്രൊപ്പോർഷണൽ ആണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്റ്റോർഡ് മോളിക്കുലാർ എനർജി ഓഫ് ദ മെറ്റീരിയൽ. ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്റ്റോർഡ് മോളിക്കുലാർ എനർജി ഓഫ് ദ മെറ്റീരിയൽ, ദാറ്റ് ഈസ് ദ ആവറേജ് മോളിക്കുലാർ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സിസ്റ്റം. ആ സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിക്ക് എന്താണ്? പ്രൊപ്പോർഷണലാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. സോ നമ്മൾ ഓൾറെഡി ഹീറ്റ് പറഞ്ഞിരുന്നു. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഹീറ്റ് എന്താണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആയിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ എന്താണ്? ഇറ്റ് ടെൽസ് അസ് ദി സ്റ്റേറ്റ് ഓഫ് ഹീറ്റ്. അതേത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ഏത് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ആയിരുന്നു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. സോ എനർജി ആയിരുന്നു ഹീറ്റ്. അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഒന്നുകിൽ കാലറീസ് ആണ് അല്ലെങ്കിൽ ജൂൾസ് ആണ്. നമ്മൾ CGS സിസ്റ്റത്തിലാണെങ്കിൽ കാലറീസ് പറയും, അല്ലെങ്കിൽ SI സിസ്റ്റത്തിലാണെങ്കിൽ ജൂൾസ് പറയും. സോ അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അത് ഡിഗ്രി സെൽഷ്യസ് ആവാം, കെൽവിൻ സ്കെയിലാവാം, ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിലുകളുണ്ട്. സോ അതിനനുസരിച്ച് ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ കാലറി, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ദെൻ ഹീറ്റ് ഈസ് മെഷേർഡ് ബൈ കലോറിമീറ്റർ. ഹീറ്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണ് എന്തെന്ന് പറയുന്നത്? കലോറിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തെർമോമീറ്റർ ആണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് യൂസിന് ഡിഫറെൻറ്റ് തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ ആണ്. ദെൻ നമ്മൾ രണ്ട് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്ത ഹീറ്റിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിലെ ടോട്ടൽ ഹീറ്റ് കിട്ടും. ബൈ ആഡിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഓഫ് ടു സബ്സ്റ്റൻസസ് ദെയർ ടോട്ടൽ ഹീറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. രണ്ട് സബ്സ്റ്റൻസുകളുടെ ഹീറ്റ് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഹീറ്റ് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത രണ്ട് സബ്സ്റ്റൻസുകളെ ഇൻഡിവിജ്വലായിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസുകളുടെ ടെമ്പറേച്ചർ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ആ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ കിട്ടത്തില്ല. സോ അതാണ് ഒരു ഡിഫറൻസ് ആണ് ഹീറ്റും ടെമ്പറേച്ചറും തമ്മിൽ. രണ്ട് ബോഡീസിൻ്റെ ഹീറ്റുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്താൽ ആ ടോട്ടൽ ബോഡിയുടെ അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ആഡിങ് ടു ടെമ്പറേച്ചേഴ്സ് വി കനോട്ട് ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദി മിക്സ്ചർ. സോ രണ്ടും മിക്സ് ആകുമ്പോഴെന്താണ്? ആ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഉണ്ടാകും. സോ നമുക്കത് ആഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് തമ്മിൽ ഒരു ഡിഫറൻസ് ആണ്. ബൈ ഹീറ്റിംഗ് എ സബ്സ്റ്റൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് ഇൻക്രീസ്ഡ് റിഗാർഡ്ലെസ് ഓഫ് ദി ടെമ്പറേച്ചർ. നമ്മളൊരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുമ്പോഴെന്താണ് അതിൻ്റെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഇൻക്രീസ് ചെയ്യും? ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. ഹീറ്റ് ഈസ് ഇൻക്രീസ്ഡ് റിഗാർഡ്ലെസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ റിഗാർഡ്ലെസ് ആയിട്ട് ഹീറ്റ് ഇൻക്രീസ് ആവും. ദെൻ ടു സബ്സ്റ്റൻസസ് റീഡ് ദ സെയിം ടെമ്പറേച്ചർ they might be having different amount of heat in them. രണ്ട് സബ്സ്റ്റൻസുകളിൽ ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഉള്ളതെങ്കിലും അതിനെന്താണ്? സെയിം ടെമ്പറേച്ചർ ആവാം. എന്താണ്? ടു സബ്സ്റ്റൻസ് മേ റീഡ് ദ സെയിം ടെമ്പറേച്ചർ ഈവൻ ദോ ദേ മൈറ്റ് ബി ഹാവിങ് ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ദം. രണ്ടിലുമുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് ഡിഫറെൻ്റ് ആണെങ്കിലും രണ്ടിനും എന്താണ്? സെയിം ടെമ്പറേച്ചർ ചിലപ്പോൾ ആവാം. അതാണ് ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസുകൾ. യൂണിറ്റ് ഉള്ള ഡിഫറൻസ് മെയിനായിട്ട് ഓർത്തിരിക്കുക. എന്താണ്? ഹീറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് ജൂളാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ എന്താണ്? ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആയിരുന്നു. ദെൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡിയാണ്. നെക്സ്റ്റ് രണ്ട് ടേംസ് ആണ് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും. സോ ബോയിലിംഗ് പോയിന്റ് എന്നാണ് നമുക്കറിയാം. എന്താണ്? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്ര ആയിരുന്നു? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ എന്താണ് ബോയിലിംഗ് എന്ന് പറയുന്നത്? ഒരു ലിക്വിഡ് വേപ്പറൈസ് ആയി ഗേഷ്യസ് ഫോമിലോട്ട് മാറുന്ന പോയിന്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എനി സബ്സ്റ്റൻസ് സ്റ്റാർട്ട്സ് ടേണിംഗ് ഇൻ ടു ഗ്യാസ് ഷോസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ബോയിൽസ് ഈസ് നോൺ ആസ് ദി ബോയിലിംഗ് പോയിന്റ്. സോ ഒരു വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? വാട്ടർ ബോയിലായി
സ്റ്റീമായിട്ട് മാറുന്ന ടെമ്പറേച്ചർ, അതാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ലിക്വിഡ് ആണ് എടുക്കുന്നതെങ്കിലും അത് ഗേഷ്യസ് ഫോമിലോട്ട് മാറുന്ന ടെമ്പറേച്ചർ, അതാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? സോളിഡ് മെൽറ്റായി ലിക്വിഡായിട്ട് മാറുന്ന ടെമ്പറേച്ചറാണ് എന്തെന്ന് പറയുന്നത്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സോളിഡിഫൈ ആവുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് ഫ്രീസായി മാറുന്ന ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എനി സോളിഡ് മെൽസ് ഇൻ ടു ലിക്വിഡ് ഓർ ലിക്വിഡ് ഫ്രീസിംഗ് ഇൻ ടു സോളിഡ് ഈസ് കോൾഡ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എത്ര ആയിരുന്നു? ഐസ് മെൽറ്റ് ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ്, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ എന്ത് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു? തെർമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ നമുക്ക് ആ റീഡിങ് എടുക്കാനായിട്ട് നമുക്ക് സ്കെയിൽ വേണമല്ലോ. സോ അതുപോലെ അതിനായിട്ട് തന്നെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിലുകളുണ്ട്. സോ നമുക്ക് ടെമ്പറേച്ചർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഹോട്ട്നസ് ഓർ കോൾഡ്നസ് ആയിരുന്നു. സോ ഇറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ്. ടെമ്പറേച്ചർ ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ്. ജനറലി ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ടച്ചിങ് ടു ഒബ്ജക്ട്സ് ടു ഫൈൻഡ് വിച്ച് ഓഫ് ദം ഈസ് ഹോട്ടർ. നമ്മൾ സപ്പോസ് നമ്മൾ 2 ഒബ്ജക്ട്സ് ഉണ്ട്, അതിലേതാണ് ഹോട്ടർ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്താണ്, ജസ്റ്റ് അതിൽ തൊട്ട് നോക്കിയാൽ ഏതാണ് ഹോട്ട് എന്നറിയാം. പക്ഷേ നമുക്ക് നല്ലപോലെ ചൂടായ ഒരു മെറ്റീരിയലിന് എന്താണ് അങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റുമോ? സോ അറിയാൻ പറ്റത്തില്ല. അതുപോലെ അപ്പോൾ എന്തായാലും നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. സോ അതുപോലെ തന്നെ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊട്ട് അറിയാൻ പറ്റത്തില്ല, ടച്ച് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. അത് നമുക്ക് മെഷർ ചെയ്ത് എടുക്കുക തന്നെ വേണം. നമ്മൾ ടച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു ഇതിലൂടെ കിട്ടുന്ന വാല്യൂ എന്താണ്, എറർ ആയിരിക്കും. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് ക്വയറ്റ് ലോ ദെൻ ദ ഡിഫറൻസ് കനോട്ട് ബി ഡിറ്റർമിൻഡ് ബൈ മെർലി ടച്ചിങ് ദം. ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ അത് നമുക്ക് ടച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിൽ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസുകളും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു അയൺ പീസും വുഡൻ പീസും എടുത്ത് വെയിലത്തിടുന്നു. അയൺ പീസും വുഡൻ പീസും എടുത്ത് വെയിലത്തിടുന്നു. പക്ഷേ അയൺ പീസ് എന്ന് പറയുന്നത് എന്താണ്, അയൺ പീസിലായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അനുഭവപ്പെടുന്നത്. അയൺ പീസ് കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അതിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കൂടുതൽ ഹീറ്റ് നമുക്ക് തോന്നും. പക്ഷേ വുഡൻ പീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വുഡൻ പീസിൽ നമുക്ക് അത്രയും ഹീറ്റ് ഉണ്ടാവണമെന്നില്ല. ദെൻ ടെമ്പറേച്ചർ ഓഫ് എനി ഒബ്ജക്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ നമ്പർ. നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു നമ്പർ വേണം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ വേണം നമ്മളത് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. സോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, തെർമോമീറ്റർ എന്ന് പറയുന്നത്. തെർമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ 2 റെഫറൻസ് പോയിന്റുകൾ എടുക്കും. 2 റെഫറൻസ് പോയിന്റുകൾക്കിടയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ടെമ്പറേച്ചർ സ്കെയിൽ ഫോം ചെയ്യുന്നത്. സോ ആ 2 റെഫറൻസ് പോയിന്റുകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റുമാണ് നമ്മളിവിടെ ആ റെഫറൻസ് പോയിന്റുകളായിട്ട് എടുക്കുന്നത്. സോ ഇൻ ഓർഡർ ടു മേക്ക് എ ടെമ്പറേച്ചർ സ്കെയിൽ 2 states of the material are selected in such a way that it can be easily obtained. One of them is the melting state of ice. Ice melt ആവുന്ന ടെമ്പറേച്ചർ. അതുപോലെ തന്നെ അത് എപ്പോഴാണ് അറ്റ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആൻഡ് ദി അതർ സ്റ്റേറ്റ് ഈസ് ദ ബോയിലിംഗ് വാട്ടർ. വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഐസ് മെൽറ്റ്സ് ഈസ് നോൺ ആസ് ദി മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബോയിൽസ്. വാട്ടർ ബോയിൽ ആവുന്ന ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ദീസ് ടെമ്പറേച്ചേഴ്സ് ആർ അസൈൻഡ് ന്യൂമറിക്കൽ വാല്യൂസ് ആർബിട്രറിലി ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദീസ് വാല്യൂസ് ആർ ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. അതിൻ്റെ ആ ഡിഫറൻസിനെ നമ്മൾ ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സെൻറ്റിഗ്രേഡ് സ്കെയിലാണ്, അതായത് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ വാട്ടറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര ആയിരുന്നു, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമ്മൾ 100 ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ സെൻറ്റിഗ്രേഡ് സ്കെയിലിൽ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ യൂണിറ്റ് പറയുന്നത്. സോ ദീസ് ടെമ്പറേച്ചേഴ്സ് ആർ അസൈൻഡ് ന്യൂമറിക്കൽ വാല്യൂസ് ആർബിട്രറിലി ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദീസ് വാല്യൂസ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ പാർട്സ്. ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് എ ഡിഗ്രി. ഓരോ പാർട്ടിനെയും ഓരോ ഡിഗ്രി എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇനി ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ വാല്യൂസ് ആർ അസൈൻഡ് ഫോർ ഡിഫറെൻറ്റ് സ്കെയിൽസ്. ഓരോ സ്കെയിലിനും എന്താണ്, ഓരോ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് അസൈൻ ചെയ്യുന്നത് ടു മെഷർ ദി മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സോ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസും
ആണ് ഇൻ സെൻറ്റിഗ്രേഡ് സ്കെയിൽ. സോ അതുപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് സെൽഷ്യസ് ഓർ സെൻറ്റിഗ്രേഡ് സ്കെയിൽ എന്ന് പറയുന്നത്. സോ ദെയർ ഡിഫറൻസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 100 ഡിഗ്രി. സോ 0-ൽ നിന്ന് 100-ലോട്ടുള്ള ആ ഡിഫറൻസിനെ നമ്മൾ എന്താണ് 100 ഡിഗ്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സോ അതുപോലെ തന്നെ നമ്മൾ ഫാരൻഹീറ്റ് സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫാരൻഹീറ്റ് സ്കെയിലിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. സോ ഫാരൻഹീറ്റ് സ്കെയിലിൽ പറയുമ്പം മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സോ അതിനെ എന്താണ് ഈക്വൽ ആയിട്ടുള്ള 180 ഡിഗ്രീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ സെൽഷ്യസ് സ്കെയിലിൽ സെൻറ്റിഗ്രേഡ് സ്കെയിൽ അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലിൽ നിന്ന് നമുക്ക് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതുപോലെ അല്ലെങ്കിൽ തിരിച്ചും കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് C = 5/9 ഇൻറ്റു F-32. ഇവിടെ C എന്ന് പറയുന്നത് എന്താണ്? സെൽഷ്യസ് സ്കെയിലിലുള്ള ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അതിന് F എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലുള്ള ടെമ്പറേച്ചർ. സോ സെൽഷ്യസിലുള്ള നമുക്കൊരു ഫാരൻഹീറ്റ് തന്നിട്ട് നമുക്ക് സെൽഷ്യസിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ C = 5/9 ഇൻറ്റു F-32. അതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ F = 9/5 ഇൻറ്റു C+32. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റിലുള്ള വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതുക. സോ C = സെൻറ്റിഗ്രേഡിലുള്ള വാല്യൂ നമ്മൾ എത്ര എടുത്തു? 100 ഡിഗ്രി സെൽഷ്യസ് എടുത്തു. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 9/5 ഇൻറ്റു 9/5 ഇൻറ്റു 100 പ്ലസ് 32. സോ 9/5 ഇൻറ്റു 100 എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? ഈ 5ഉം 100ഉം തമ്മിൽ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 20 കിട്ടും. സോ ഇവിടെ 20 കിട്ടും. സോ 20 ഇൻറ്റു 9 എത്രയാണ്? 180. ആ 180 പ്ലസ് 32 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 212. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെ നമുക്ക് സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും തമ്മിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കൺവേർഷൻ ചെയ്യാം. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സോ C = 5/9 ഇൻറ്റു F-32. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. സോ കെൽവിൻ സ്കെയിലിൽ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എടുത്തിരിക്കുന്ന ടെമ്പറേച്ചറുകൾ എന്ന് പറയുന്നത് 273 കെൽവിൻ ആൻഡ് 373 കെൽവിൻ ആണ്. അതായത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 373 കെൽവിനും അതുപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273 കെൽവിനുമാണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസിന് ഇക്വലൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് 273 കെൽവിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിന് ഇക്വലൻ്റ് ആണ് 373 കെൽവിൻ എന്ന് പറയുന്നത്. സോ ഇതും ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ്. മറ്റൊരു സ്കെയിലാണ് റിയൂമർ സ്കെയിൽ എന്ന് പറയുന്നത്. റിയൂമർ സ്കെയിൽ. സോ റിയൂമർ സ്കെയിലിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് എടുത്തിരിക്കുന്നത് 0 ഡിഗ്രി റൂമറും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 80 ഡിഗ്രിയുമാണ് റെസ്പെക്റ്റീവ്ലി. സോ എന്താണ് 0 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി ആണ് ഏത് സ്കെയിൽ? റൂമർ സ്കെയിലിൽ. സോ നമ്മളിപ്പോൾ 4 ടൈപ്പ് സ്കെയിലുകൾ പറഞ്ഞു. സോ അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സെൻറ്റിഗ്രേഡ് സ്കെയിലിൽ വരുന്ന വാട്ടറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റും അതുപോലെ തന്നെ 212 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. കെൽവിനിൽ പറയുമ്പോൾ എത്രയാണ്? മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273 ഡിഗ്രി കെൽവിനും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 373 കെൽവിനുമാണ്. അതുപോലെ തന്നെ റൂമറിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 0 ഡിഗ്രിയും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 80 ഡിഗ്രിയുമാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓരോ സ്കെയിലിലുള്ള ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അതുപോലെ തന്നെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. സോ നമുക്കൊരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതിയാൽ C/100 = K-273/100 = R/80 = F-32 × 180. സോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കൺവേർഷൻ പറഞ്ഞായിരുന്നു. ഏതാണ്? C/100. അതായത് സെൻറ്റിഗ്രേഡിൽ നിന്ന് ഫാരൻഹീറ്റിലോട്ടുള്ള കൺവേർഷൻ നമ്മൾ എന്ത് ഇക്വേഷനാണ് പറഞ്ഞത്? സോ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. C/100 എന്താണ്? ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ F-32 × 180. സോ നമുക്ക് ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്യാം. ഇതിനെ നമ്മൾ
ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് എഴുതിയ ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത് C is equal to F minus 32 into 5/9 എന്ന് പറയുന്നത്. അതായത് എന്ത് വരും? C is equal to ഈ 180 അങ്ങോട്ട് പോകും, F minus 32 divided by 180 into 100. സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് F minus 32 into 5/9 എന്ന് കിട്ടും. സോ ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കെയിലുള്ള ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ 4 ടൈപ്പ് ഓഫ് സ്കെയിൽസ് ആണ്, അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഡിവൈസസ്. നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിനായിട്ട് എന്താണ്? നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. സോ ഓർഡിനറി ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നു. സോ അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചേഴ്സ് ആണ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. സോ ഓർഡിനറി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. സോ temperature is measured with thermometer that may be calibrated at a variety of temperature scales. So തെർമോമീറ്ററിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസിൽ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി 4 സ്കെയിൽ പഠിച്ചു. സോ അതിൽ ഏത് സ്കെയിൽ വേണമെങ്കിലും നമുക്ക് തെർമോമീറ്ററിൽ യൂസ് ചെയ്യാം. ദ കോമൺ ടൈപ്പ് ഓഫ് തെർമോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ലിക്വിഡ് ഇൻ എ ട്യൂബ്. സോ തെർമോമീറ്റർ എന്ന് പറയുന്നത്, സോ ഫിഗർ നോക്കിയാൽ അറിയാം, ഒരു ട്യൂബാണ്. ഒരു ട്യൂബിനകത്ത് നമ്മളൊരു ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. സോ ആ ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറി, ആൽക്കഹോൾ, അതുപോലുള്ള ലിക്വിഡ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ബോട്ടം പോർഷനിൽ ഒരു ബൾബ് പോലെ ഒരു പോർഷൻ ഉണ്ട്. ഈ ബോട്ടം, അവിടെയാണ് ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ദെൻ മുകളിലോട്ട് എന്താണ്? ഒരു ട്യൂബ് ഉണ്ട്. അതിനെ ഒരു ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയാം. സോ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ട ബോഡിയിലേക്ക് നമ്മൾ ഈ തെർമോമീറ്റർ വെക്കുമ്പോൾ ഇതിലുള്ള ലിക്വിഡ് എക്സ്പാൻഡ് ആവും. അതായത് ഈ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ ലിക്വിഡ് എക്സ്പാൻഡ് ആവുകയും അത് ഈ ക്യാപ്പിലറി ട്യൂബിലൂടെ റൈസ് ആവുകയും ചെയ്യും. സോ നമുക്ക് ഇവിടെ ഒരു സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ട്യൂബിലൂടെ ലിക്വിഡ് മൂവ് ചെയ്യുന്ന ഏതുവരെ എത്തിയെന്നുള്ളത് നമുക്ക് ഈ സ്കെയിലിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ തെർമൽ എക്സ്പാൻഷൻ, ആ ലിക്വിഡിൻ്റെ എക്സ്പാൻഷൻ കാരണമാണ് ഈ ലിക്വിഡ് മുകളിലോട്ട് ക്യാപ്പിലറി ട്യൂബിലൂടെ റൈസ് ആവുന്നത്. സോ ആ ലിക്വിഡ് എന്തുമാത്രം മൂവ് ചെയ്തെന്ന് നമുക്ക് ഈ സ്കെയിലിലൂടെ റീഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതാണ് ഒരു കോമൺ തെർമോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. So it has a bulb at one end which acts as a reservoir of the liquid. Bottom portion എന്തുണ്ട്? ഒരു എൻഡിൽ ഒരു ബൾബ് ഉണ്ട്. അതാണ് നമ്മൾ എന്താണ്? റിസർവോയർ ഓഫ് ദ ലിക്വിഡ്. ദെൻ ദ ട്യൂബ് ഹാസ് എ വെരി ഫൈൻ ബോർ and therefore it is called a capillary tube. ആ ബൾബിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ട്യൂബ് എന്താണ്? ഒരു ചെറിയ ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയാം. ദെൻ ഓൾ എയർ ഈസ് എക്സോസ്റ്റഡ് ഫ്രം ദ ട്യൂബ് ആൻഡ് ഇറ്റ് ഈസ് സീൽഡ്. നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ അതിലുള്ള എയറിനെ എല്ലാം റിലീസ് ചെയ്ത് അതിൽ നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്യുന്നു. ദെൻ എന്താണ്? വെൻ ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് എ ബോഡി ഓഫ് വിച്ച് ദ ടെമ്പറേച്ചർ ഈസ് ടു ബി മെഷേർഡ്. നമുക്ക് ഏത് ബോഡിയുടെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യേണ്ടത് ആ ബോഡിയിലേക്ക് ഇത് കോൺടാക്റ്റിൽ വരുമ്പോഴെന്താണ്? ആ ലിക്വിഡ് എക്സ്പാൻഡ് ആവുകയും ലിക്വിഡ് ക്യാപ്പിലറി ട്യൂബിലൂടെ മുകളിലോട്ട് റൈസ് ആവുകയും ചെയ്യും. ദെൻ എന്താണ്? നമുക്ക് ആ ഗ്രാജുവേറ്റഡ് സ്കെയിലുണ്ട്. ആ സ്കെയിലിൽ നിന്ന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ വാല്യൂസ് കിട്ടും. എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ ഓൺ ദ ഗ്ലാസ് ട്യൂബ് ഡയറക്റ്റ്ലി ഷോസ് ദ ടെമ്പറേച്ചർ. ആ ഗ്രാജുവേറ്റഡ് ട്യൂബിൽ ആ ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ടെമ്പറേച്ചറിൻ്റെ വാല്യൂസ് കിട്ടും. ദ ലിക്വിഡ് യൂസ്ഡ് ഇൻ തെർമോമീറ്റേഴ്സ് ആർ യൂഷ്വലി മെർക്കുറി ആൻഡ് ആൽക്കഹോൾ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ്സ് ഏതൊക്കെയാണ്? മെർക്കുറിയും ആൽക്കഹോളുമാണ്. സോ ഇതിൻ്റെ മെർക്കുറിയുടെയും ആൽക്കഹോളിൻ്റെയും നമുക്ക് ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ്. അതായത് ലിക്വിഡ് എന്താണ്? ഈ ക്യാപ്പിലറി ട്യൂബിലൂടെ മുകളിലോട്ട് റേസ് ആവും. സോ നമ്മളിത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴെന്താണ് ആ ലിക്വിഡ് അതുപോലെ തന്നെ താഴോട്ട് വരും. സോ നമ്മൾ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഗ്ലാസ്സിനെ വെറ്റ് ചെയ്യത്തില്ല. അതായത് ഗ്ലാസ്സിൽ ആ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഒന്നും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. നോ മെർക്കുറി ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ദ ട്യൂബ് ആസ് ദ ടെമ്പറേച്ചർ ഫോൾസ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ്? ആ മെർക്കുറി കംപ്ലീറ്റ് ആയിട്ട് ആ ബൾബിനുള്ളിലേക്ക് അങ്ങ് പോകും. ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ട് റീഡിങ്സ് മെഷർ ചെയ്യാനായിട്ട് ഈ മെർക്കുറി യൂസ് ചെയ്യുന്നതിലൂടെ പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് എ യൂണിഫോം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ ലിക്വിഡിൻ്റെ എക്സ്പാൻഷൻ കാരണമാണ് ഈ ലിക്വിഡ് റൈസ് ആവുന്നത്. സോ മെർക്കുറിക്ക് ഒരു യൂണിഫോം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആണുള്ളത്. ആൻഡ് ഇറ്റ് റിമെയിൻസ് ലിക്വിഡ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലും ഇത് ലിക്വിഡായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ദെൻ
ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -39°C ആണ്. മെർക്കുറിയുടെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -39°C ആണ്. അതുകൊണ്ട് തന്നെ വെരി ലോ ടെമ്പറേച്ചേഴ്സ്, ഇതിലും കുറവുള്ള ടെമ്പറേച്ചേഴ്സ് ഒന്നും നമുക്ക് ഈ മെർക്കുറി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ആൽക്കഹോൾ. സോ മെർക്കുറി അപേക്ഷിച്ച് നമ്മൾ ആൽക്കഹോളിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കളേർഡ് വിച്ച് ഇംപ്രൂവ്സ് ഇറ്റ്സ് വിസിബിലിറ്റി. ആൽക്കഹോൾ നമുക്ക് കളേർഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസിബിലിറ്റി, നമുക്ക് റീഡിങ് നോക്കുമ്പോഴുള്ള വിസിബിലിറ്റി മെർക്കുറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തിനു കൂടുതലായിരിക്കും? ആൽക്കഹോളിന് ബെറ്റർ വിസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ചീപ്പർ ദാൻ മെർക്കുറി. മെർക്കുറിയെക്കാട്ടിൽ ചീപ്പറാണ്. അതുപോലെ തന്നെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -110°C ആണ്. മെർക്കുറിയുടെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -110°C ആണ്. മെർക്കുറിക്ക് എത്ര ആയിരുന്നു? -39 ഉള്ളായിരുന്നു. ആൽക്കഹോളിന് -110°C ആണ്. ഇറ്റ് ക്യാൻ ദെയർഫോർ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി ലോ ടെമ്പറേച്ചർ. കുറഞ്ഞ ടെമ്പറേച്ചർ, അതായത് മെർക്കുറിയെക്കാട്ടി കുറഞ്ഞ ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് ദാൻ മെർക്കുറി. മെർക്കുറിയെക്കാട്ടി സെൻസിറ്റീവ് ആണ്. സോ അതിൻ്റെ ലിക്വിഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്വിക്കായിരിക്കും. അതുപോലെ തന്നെ ഓൾദോ ആൽക്കഹോൾ ഈസ് എ പ്യുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ആൽക്കഹോൾ ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണെങ്കിൽ തന്നെയും എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മെർക്കുറിയെക്കാട്ടിൽ ബെറ്റർ ആയിരിക്കും. എക്സ്പാൻഷൻ ഓഫ് ആൽക്കഹോൾ ഫോർ എ ഗിവൺ റൈസ് ഇൻ ടെമ്പറേച്ചർ ഈസ് മോർ ദാൻ മെർക്കുറി. ഈ എക്സ്പാൻഷനിലൂടെയാണല്ലോ ഇത് മൂവ് ചെയ്യുന്നത്. സോ മെർക്കുറിയെക്കാട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കഹോളിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. ഹെൻസ് ഫോർ ഡിറ്റക്ടിങ് സ്മോൾ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, ചെറിയ ടെമ്പറേച്ചർ ചേഞ്ച് പോലും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആൽക്കഹോൾ ഉപയോഗിച്ച തെർമോമീറ്റേഴ്സ് പ്രിഫർ ചെയ്യാം. ദെൻ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. ആൽക്കഹോളിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വെറ്റ് ദ ഗ്ലാസ്. മെർക്കുറി എന്താണ്? ഗ്ലാസ്സിലൊന്നും പറ്റിയിരിക്കത്തില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് വരുമായിരുന്നു. ഗ്ലാസ്സിനെ വെറ്റ് ചെയ്യത്തില്ലായിരുന്നു മെർക്കുറി. ബട്ട് ആൽക്കഹോൾ എന്താണ്? ആ ഗ്ലാസ് ട്യൂബിനെ വെറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ലയബിൾ ടു ഇൻഡിക്കേറ്റ് ഫാൾസ് റീഡിങ്. നമുക്ക് ഫാൾസ് റീഡിങ് കിട്ടാനത് കാരണമാവും. അതുപോലെ തന്നെ ആൽക്കഹോൾ വേപ്പറൈസസ് ഈസിലി. ആൽക്കഹോൾ അപ്പോൾ പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകും. ആൻഡ് ദിസ് ടു ഈസ് ലയബിൾ ടു ഇൻഡിക്കേറ്റ് ഫോൾസ് റീഡിങ്. അതിലൂടെയും നമുക്ക് ഫാൾസ് റീഡിങ് ഉണ്ടാവുന്നതിന് കാരണമാകാം. സോ നമ്മളിപ്പോൾ ടെമ്പറേച്ചറിൻ്റെ മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ മെയിനായിട്ട് തെർമോമീറ്ററാണ് നമ്മൾ ഓർഡിനറി ടെമ്പറേച്ചേഴ്സ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ 2 ടൈപ്പ്, ആൽക്കഹോൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറും പറഞ്ഞു, അതുപോലെ തെർമോമീറ്ററും പറഞ്ഞു. അതുപോലെ തന്നെ മെർക്കുറി ലിക്വിഡായിട്ട് യൂസ് ചെയ്യുന്ന തെർമോമീറ്റേഴ്സും ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് കുറച്ചുകൂടെ ഉണ്ട്. അതിന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.